ഇസ്ലാമിൻ്റെ കേരളത്തിലുള്ള തളർച്ചയിൽ അല്ലെങ്കിൽ തകർച്ചയിൽ ഇസ്ലാം മതത്തിനകത്ത് വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇസ്ലാം എന്താണെന്നും മുഹമ്മദ് നബി ആരായിരുന്നു എന്നും ഇതിൻ്റെ പൊളിറ്റിക്സ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കുന്നതിൽ മതപ്രബോധകരും പ്രചാരകരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളവുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ സാധാരണ ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചൊരു വ്യക്തിയാണ് എം അക്ബർ. എപ്പോഴൊക്കെ ഇസ്ലാമിന് വലിയ പരിക്കൊന്നുമില്ലാതെ ഇങ്ങനെ ആരും കാര്യമായിട്ട് എടുത്തിട്ട് അലക്കാതെ ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇസ്ലാം കിടന്നുറങ്ങുന്നോ അവിടെയൊക്കെ വന്ന് ഇസ്ലാമിൻ്റെ പുറകിലിരുന്ന് തിരി കത്തിക്കുന്ന പരിപാടിയാണ് അക്ബർ സാഹിബിന്. കൊല്ലങ്ങൾക്ക് മുൻപ് അദ്ദേഹം പറഞ്ഞ ന്യായീകരണങ്ങൾ മറുപടി ഉണ്ടായും എന്നറിഞ്ഞിട്ടും വസ്തുത ഇതല്ല എന്നറിഞ്ഞിട്ടും ഇസ്ലാമിക പ്രബോധകൻ എന്ന രീതിയിൽ ഇസ്ലാം മഹത്തരമാണ് എന്ന് നാട്ടുകാരോട് വിളിച്ചു പറയാൻ വേണ്ടി വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ന്യായീകരിച്ച് പറയുന്ന കുറേ കാര്യങ്ങൾ വീണ്ടും 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 പറഞ്ഞ് അവിടെയും ഇവിടെയും ഉറങ്ങിക്കിടക്കുന്ന വിമർശകരെയൊക്കെ വിളിച്ചെഴുന്നേപ്പിച്ച് പ്രവാചകൻ്റെ ജീവിതത്തിലേക്ക് ടോർച്ചടിച്ച് നോക്കുന്ന സാഹചര്യം ഒരുക്കുന്ന ഒരു പണി അക്ബർ സാഹിബ് കുറേ കാലമായിട്ട് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോവിഡിൻ്റെ കാലത്ത് വീട്ടിലിരുന്നു കൊണ്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹം ഓരോരോ സ്ഥലത്തു നിന്ന് ആളുകൾ എഴുതി ചോദിക്കുന്ന ചോദ്യം എന്ന രീതിയിൽ കുറേ ചോദ്യങ്ങൾ മൊബൈലിൽ നോക്കി വായിക്കുകയും എന്നിട്ട് വളരെ സെൻസേഷണലായിട്ട് ഇസ്ലാം മത വിമർശകരൊക്കെ കയറി പൊങ്കാലയിടും എന്നുറപ്പുള്ള വിഷയങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുകയും അത് വായിച്ചുകൊണ്ട് അതിന് മ്യാരകമായ പുട്ടിയടിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യുകയും അങ്ങനെ നഷ്ടപ്പെട്ടു പോയ പ്രതാപകാലത്ത് തിരിച്ചു വരാനുള്ള ഒരു ശ്രമം നടത്തുകയായിരുന്നു അക്ബർ സാഹിബിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി. അക്കൂട്ടത്തിൽ ഒരു വീഡിയോ ഏകദേശം ഒരു 4-5 ദിവസം മുൻപ് അദ്ദേഹം വീണ്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഖുർആൻ ദൈവികമാണോ, ഖുർആനിൽ മുഹമ്മദ് നബിയുടെ ഇഷ്ടങ്ങളും ഇംഗിതങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന തരത്തിൽ മുഹമ്മദ് നബിയുടെ വളരെ വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഒക്കെ അസ്വസ്ഥതപ്പെടുന്ന, അങ്കലാപ്പ് ആവുന്ന, ദേഷ്യം വരുന്ന, ഉളുപ്പില്ലാതാവുന്ന പടച്ചവനെയൊക്കെ ഖുർആനിൽ കാണാൻ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മുഹമ്മദ് നബി തന്നെയല്ലേ അള്ളാഹു എന്ന് ആളുകൾക്ക് സംശയം തോന്നിയേക്കാം. അല്ലെങ്കിൽ മുഹമ്മദ് നബിക്ക് വേണ്ടി ആയത്തിറക്കി കൊടുക്കുന്ന വര്യക്കാരനാണോ അള്ളാഹു എന്ന ആളുകൾക്ക് സംശയം തോന്നിയേക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കുള്ള കാര്യകാരണ സഹിതം ഒരു വിശദീകരണം എന്ന രീതിയിലാണ് അക്ബർ സാഹിബിൻ്റെ ഈ ന്യായീകരണം ഉള്ളത്. പതിവ് പോലെ അദ്ദേഹത്തോട് എഴുതി ചോദിക്കുന്ന ഒരു ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടി പറയുന്നത്. ആദ്യം നമുക്ക് ആ ചോദ്യം ഒന്ന് കേൾക്കാം. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബൈജു അബ്ദുറഹ്മാൻ ചോദിക്കുന്നു, എത്ര വട്ടം നമസ്കരിക്കണമെന്നോ, എങ്ങനെ നമസ്കരിക്കണമെന്നോ, ചാലാക്രമം ചെയ്യണമെന്നോ, ഹജ്ജും ഉംറയും എങ്ങനെ നിർവഹിക്കണമെന്നോ, ജക്കാത്ത് എത്ര ശതമാനമാണ് എന്നോ, ഷഹാദത്ത് കലിമ എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നോ ഒന്നും ഖുർആനിലില്ല. മുഹമ്മദിന് ആരെയൊക്കെ കെട്ടാമെന്നും, മുഹമ്മദിനോട് ഭാര്യമാർ എങ്ങനെ പെരുമാറണമെന്നും, മുഹമ്മദിൻ്റെ ഭാര്യമാരോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്നും, ദത്തുപുത്രൻ്റെ ഭാര്യയെയും മുഹമ്മദ് ലൈംഗിക വീഴ്ചയ്ക്ക് സമർപ്പിച്ച സ്ത്രീകളെയുമെല്ലാം അനുവദിച്ചിരിക്കുന്നു എന്നും, അള്ളാഹുവിനെ അനുസരിക്കുന്നത് പോലെ മുഹമ്മദിനെയും അനുസരിക്കണമെന്നും എല്ലാം ഖുർആനിലുണ്ട്. മുഹമ്മദിൻ്റെ പ്യൂൺ മാത്രമാണ് ഖുർആനിൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ? ഇതാണ് ചോദ്യം. വളരെ വിശദമായി തന്നെ യാതൊരു ജാള്യതയും ഇല്ലാതെ അക്ബർ സാഹിബ് വളരെ വ്യക്തവും സ്പഷ്ടവും വടിവത്തതുമായിട്ടുള്ള ആ ചോദ്യം മുഴുവനായിട്ടങ്ങ് വായിച്ചു. എന്നിട്ട് ഇനി ഇതിന് മറുപടി പറയുക എന്ന വലിയ ടാസ്കിലേക്ക് അദ്ദേഹം കടക്കുകയാണ്. ഈ വീഡിയോ, ഈ ഇത്രയും നേരം അദ്ദേഹം വായിച്ച ചോദ്യത്തിന് ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിൽ പറയാവുന്ന കാര്യമുള്ളൂ. ആരെങ്കിലും മുഹമ്മദിൻ്റെ പ്യൂണാണ് അള്ളാഹു എന്ന് തെറ്റിദ്ധരിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കുറ്റം പറയാൻ പറ്റും. അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടതില്ല, അതിൻ്റെ കാര്യകാരണം ഇന്നതാണ് എന്ന് പറഞ്ഞാൽ മതി. അതിന് ഒരു മറുപടിയിലേക്ക് അദ്ദേഹം പോകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. പക്ഷേ 30 മിനിറ്റാണ് ഇദ്ദേഹം ഇതിന് മറുപടി പറയാൻ വേണ്ടി എടുത്തുള്ളത്, 29 മിനിറ്റിലധികം. അതുകൊണ്ട് തന്നെ ഇത് വളരെ വിശദമായി സംസാരിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ഇതിന് പാർട്ട് 1 എന്ന് കൊടുത്തിട്ടുള്ളത്. ഒരു പക്ഷേ നമ്മൾ ഇതിന്ന് തീർക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ 2ഓ 3ഓ ഭാഗമായിട്ടായിരിക്കും ഇദ്ദേഹം ഇത് പറയുന്നത്. കാരണം ഖുർആനിൽ മുഹമ്മദ് നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ അവതരിപ്പിച്ച ആയത്തുകളുടെ ഏകദേശ രൂപം ഒക്കെ അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് അതിലേക്കൊക്കെ എത്തുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആമുഖമാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കാം. സ്വാഭാവികമായിട്ടും അദ്ദേഹം നേരിട്ട് അതിന് ഉത്തരം പറയില്ല. അതിന് പകരം ചോദ്യം ചോദിച്ച വ്യക്തി അല്ലെങ്കിൽ അത്തരം ചോദ്യത്തിൽ ഉന്നയിക്കപ്പെട്ടതുപോലെ സംശയം ജനിക്കുന്ന വ്യക്തികൾ, ഇസ്ലാമിനെക്കുറിച്ച് ഇത്തരം വിമർശനമുള്ള ആളുകൾ, അവരെക്കുറിച്ച് ഖുർആനിലൊരു വാചകമുണ്ട് എന്നും ആ വാചകം എടുത്തുദ്ധരിച്ചുകൊണ്ട് ചോദ്യം ചോദിച്ച അല്ലെങ്കിൽ ചോദ്യത്തിൻ്റെ ആശയം അതിനോട് ചേർന്ന് നിൽക്കുന്ന ആ ചോദ്യം മനസ്സിലുള്ള എല്ലാ മനുഷ്യരെയും അപ്രസക്തരാക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. കേൾക്കാം. പരിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബിയുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അദ്ദേഹം നിർമ്മിച്ചെടുത്ത ഗ്രന്ഥമാണ് എന്ന് വാദിക്കുന്നതിനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ മോശമായി ചിത്രീകരിക്കുന്നതിനും വേണ്ടി വിമർശകന്മാർ ഉന്നയിക്കാറുള്ളൊരു ചോദ്യമാണ് ഇവിടെ ബൈജു ചോദിച്ചിട്ടുള്ളത്. ഇത്തരം വിമർശനങ്ങൾ കേൾക്കുമ്പോൾ അതിന് കൃത്യമായ ഒരു മറുപടി അങ്ങ് കൊടുത്താൽ പ്രശ്നം തീരും. വിമർശനങ്ങൾക്ക് വായടപ്പൻ മറുപടി കൊടുത്താൽ പ്രശ്നം തീരും. പക്ഷേ അങ്ങനെ ഒരു പതിവ് അള്ളാഹ്ക്കും ഇല്ല, മുഹമ്മദ് നബിക്കും ഇല്ല, ഖുർആനിലും ഇല്ല. ആ സ്ഥിതിക്ക് പിന്നെ അക്ബർ സാഹിബ് മാത്രം അങ്ങനെ ഒരു സാഹസത്തിന് മുതിരേണ്ടതില്ലല്ലോ എന്ന് അക്ബർ സാഹിബും തീരുമാനിച്ചു. എന്നിട്ട് അദ്ദേഹം
ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് പകരം ഈ ചോദ്യം കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വന്ന ഒരു ഖുർആൻ വചനം പറഞ്ഞുതരും. ഇത്തരം വിമർശനങ്ങൾ കേൾക്കുമ്പോൾ സൂറത്തുൽ ബഖറയിലെ 7-ാമത്തെ വചനം കടുത്ത നിഷേധികളെക്കുറിച്ച്, ഒരിക്കലും സത്യം കാണാൻ തയ്യാറില്ലാത്ത ആളുകളെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ് ഓർമ്മ വരാറുള്ളത്. അവരുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു സീല് വെച്ചിരിക്കുന്നു, മുദ്ര വെച്ചിരിക്കുന്നു. അവരുടെ കേൾവിക്ക് മുദ്ര വെച്ചിരിക്കുന്നു. അവരുടെ കണ്ണുകൾക്ക് മുന്നിൽ ഒരു മറയുമുണ്ട്. ആരുടെ കണ്ണിൽ? മുഹമ്മദ് നബി മക്കയിൽ വന്നിട്ട് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും അള്ളാഹുവിൻ്റെ വചനമാണ് എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബി അദ്ദേഹത്തിന് പറയാൻ തോന്നുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുകയും ചെയ്തപ്പോൾ ഇത് ദൈവത്തിൻ്റെ വചനമാണ് എന്ന് അംഗീകരിക്കാത്ത ആളുകൾ, മുഹമ്മദിനെ പ്രവാചകനാണ് എന്ന് അംഗീകരിക്കാത്ത ആളുകൾ, എന്തിൻ്റെ പേരിൽ മുഹമ്മദ് പറഞ്ഞു എന്ന ഒറ്റ തെളിവിൻ്റെ പേരിൽ മുഹമ്മദിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കാത്ത ആളുകളെക്കുറിച്ച് ഖുർആൻ്റെ വചനമാണ് എന്ത്? അവർ എന്തുകൊണ്ടാണ് പറഞ്ഞിട്ട് കേൾക്കാത്തത്? മുഹമ്മദ് നബിയെ ഒന്നും കൊണ്ടല്ല, അള്ളാഹ് മുദ്ര വെച്ചത് കൊണ്ടാണ്. അള്ളാഹ് അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ചു, കാതുകൾക്ക് മുദ്ര വെച്ചു, അതേപോലെ അവരുടെ വേറെന്താണ്, കണ്ണുകൾക്ക് മുന്നിൽ ഒരു മറയൂട്ടു. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി പറയുന്ന സത്യം മനസ്സിലാക്കാനുള്ള ശേഷി അള്ളാഹു ഇല്ലാതാക്കിയ ഒരു വിഭാഗമാണ് ഇസ്ലാമിനെ സംശയിക്കുകയും ഇസ്ലാമിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ന് അർത്ഥം. അപ്പോൾ ഈ ഇങ്ങനെ ആക്കി വെച്ചതാരാണ്? അള്ളാഹു ഹൃദയത്തിന് സീല് വെച്ചതുകൊണ്ട് ഖുർആനെ കുറിച്ച് മുഹമ്മദ് നബി പറഞ്ഞു ഒന്നും ചുറ്റും നിൽക്കുന്ന പലർക്കും മനസ്സിലായില്ല എന്ന്. അപ്പോൾ എന്തിനാണ് അള്ളാഹ് ഈ വേണ്ടാത്ത പണിക്ക് പോകുന്നത്? എന്തിനാണ് ഈ സീല് വെക്കുന്നത്? മുഹമ്മദ് നബി മര്യാദ ഓതി കൊടുക്കുമ്പോൾ അത് കേൾക്കാനുള്ള കഴിവ്, ആ ഹൃദയത്തിൻ്റെ സീലങ്ങ് തുറന്നു കൊടുത്താൽ, ആ മൂടി അങ്ങ് തുറന്നു കൊടുത്താൽ, ആ കാതിൻ്റെ സീലങ്ങ് മാറ്റിക്കൊടുത്താൽ, കണ്ണിന് മുമ്പിലുള്ള മറയങ്ങ് മാറ്റിക്കൊടുത്താൽ മുഹമ്മദ് നബി പറഞ്ഞു കൊടുക്കുന്ന ഖുർആൻ എല്ലാവർക്കും മനസ്സിലാവൂലേ? എല്ലാവർക്കും ഹിദായത്ത് കിട്ടൂലേ? അള്ളാഹ് വിചാരിച്ചാൽ എല്ലാവർക്കും ഹിദായത്ത് കിട്ടൂലേ? പിന്നെ എന്തിനാണ് അള്ളാഹ് ചിലവരെങ്ങനെ നമ്പർ ഇട്ട് വെച്ച് ചിലവർക്കൊക്കെ ഹൃദയവും കാതും കണ്ണും സീൽ ചെയ്ത് വെച്ചത്? അള്ളാഹിൻ്റെ ഓരോരോ കുസൃതി, അല്ലാണ്ട് ഇപ്പം എന്താ പറയുക? സത്യം കാണാൻ സന്നദ്ധമായി പരിശുദ്ധ ഖുർആൻ പ്രവേശിക്കുന്ന, ഖുർആൻ നോക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇത്തരം ആളുകൾ അതൊന്നും കാണില്ല. ഖുർആനിൽ 6000-ലധികം വചനങ്ങളുണ്ട്. 6000-ലധികം വചനങ്ങളിൽ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്, മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, അതേപോലെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പ്രവാചകന്റെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളും പരിശുദ്ധ ഖുർആനിലുണ്ട്. പക്ഷേ ഇസ്ലാം കാര്യങ്ങൾ 5 എന്ന് പറയും. ഇസ്ലാം കാര്യങ്ങൾ 5. ഈ ഇസ്ലാം കാര്യങ്ങളെക്കുറിച്ച് യാതൊരു കാര്യവും ഖുർആനിലില്ല. ഷഹാദത്ത് കലിമ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ഖുർആനിലില്ല. നിസ്കാരം എങ്ങനെയാണെന്നില്ല. സക്കാത്തിനെക്കുറിച്ച്, നോമ്പിനെക്കുറിച്ച്, ഹജ്ജിനെക്കുറിച്ച് ഒന്നും വിശദമായിട്ട് ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഖുർആനിലില്ല. എന്ന് മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്ക് കാലാകാലത്തേക്കുള്ള ഒരു ജീവിത പദ്ധതി, ഒരു ഭരണ സംവിധാനം, ഒരു നിയമ സംവിധാനം രൂപീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടി, പൂർത്തീകരിക്കാൻ വേണ്ടി പറഞ്ഞയച്ച പ്രവാചകൻ മരിച്ചു കിടന്നാൽ അടുത്ത നേതാവിനെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, എങ്ങനെയാണ് ഇസ്ലാമിക നിയമം അനുസരിച്ച് ആ ഭരണാധികാരി അല്ലെങ്കിൽ ഭരണം അടുത്ത ആളുകളിലേക്ക് കൈമാറേണ്ടത് എന്നതിനെക്കുറിച്ചും അള്ളാഹ്ക്കൊന്നും പറയാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് മുഹമ്മദ് നബിയുടെ മരണം കഴിഞ്ഞ് മയ്യത്ത് 3 ദിവസം വീട്ടിൽ കിടന്നത് എന്നും അനുയായികൾ മറ്റൊരു വീട്ടിൽ ഗൂഢയോഗം ചേർന്ന്, നിഗൂഢമായിട്ടുള്ള യോഗം ചേർന്നത് എന്നും അവിടെ ചേരിതിലുണ്ടായത് എന്നും അന്ന് മുതൽ ഇന്ന് വരെ തീരാത്ത സ്പർദ്ധയും യുദ്ധവും വിഭാഗീയതയുമായിട്ട് മുസ്ലിം സമൂഹം ഇങ്ങനെ പരസ്പരം വെട്ടിയും കുത്തിയും കൊന്നും ഭരണത്തിനു വേണ്ടി, അധികാരത്തിനു വേണ്ടി ഞങ്ങളാണ് യഥാർത്ഥ ഇസ്ലാം, ഞങ്ങളാണ് യഥാർത്ഥ മുഹമ്മദ് നബിയുടെ അനുയായികൾ എന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹ് ആദ്യമേ കുറേ ആളുകൾക്ക് മുദ്ര വെച്ചു. മുദ്ര വെച്ചവർക്ക് പിന്നെ ഖുർആനിൽ നല്ലതൊന്നും കാണൂല. ആകെ കാണുന്നത് ഈ പറഞ്ഞ മുഹമ്മദ് നബിയുടെ ജീവിതത്തുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ വ്യക്തി താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട്, യുദ്ധവുമായി ബന്ധപ്പെട്ടത് മാത്രമേ കാണുള്ളൂ. എന്നെ സംബന്ധിച്ച് മുദ്ര വെച്ചതാണോ മുദ്ര വെക്കുന്നതിന് മുമ്പാണോ അല്ല, എനിക്കിത് രണ്ടും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്, ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. അള്ളാഹു എൻ്റെ കണ്ണിന് മുമ്പിൽ നിവർത്തിയിട്ട ആ പിന്നെ മറയിൽ എന്തോ സുഷിരം വീണിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ വെച്ച സീലിൽ എന്തോ ഒരു പെശക് പറ്റിയിട്ടുണ്ട്. എനിക്ക് ഖുർആനിലെ എല്ലാ സംഭവവും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ദൈവികമായ ഒരു ഗ്രന്ഥത്തിൽ കാലാകാലം, ഇനി അക്ബർ സാഹിബ് പറയുന്ന അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥത്തിൽ ഒരു കാരണവശാലും ഉൾപ്പെടുത്താൻ പാടില്ലാത്തതും ആവശ്യമില്ലാത്തതും മുഹമ്മദ് നബിയുടെ മരണത്തോട് അപ്രസക്തമാവുന്നതുമായിട്ടുള്ള നിരവധിയായ കാര്യങ്ങൾ ഖുർആനിലുണ്ട്. എന്നാൽ ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ആചാരങ്ങളെക്കുറിച്ച്, അനുഷ്ഠാനങ്ങളെക്കുറിച്ച്, ആരാധനകളെക്കുറിച്ച് അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ അതിൽ വിശദീകരിച്ചിട്ടില്ല. ഷഹാദത്ത് കലിമ എങ്ങനെ ചൊല്ലേണ്ടതെന്ന് പോലും ഇല്ല. ഇതാണ് ചോദ്യകർത്താവിൻ്റെ ചോദ്യം. അതിനുള്ള മറുപടിയാണ് അള്ളാഹു സീല് വെച്ചതുകൊണ്ടാണ് ഖുർആനിൽ നല്ലതൊന്നും കാണാൻ പറ്റാത്തത് എന്നാണ്. അക്ബർ സാഹിബ് ഇനിയും വിശദീകരിക്കും. ഖുർആനിലെ 33-ാമത്തെ അധ്യായം സൂറത്ത് അഹ്സാബിലെ 28 മുതൽ 52 വരെയുള്ള വചനങ്ങൾ പ്രവാചകന്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അത് എടുത്തുദ്ധരിച്ച്, അതെടുത്ത് പൊക്കി, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്
എന്തൊക്കെയോ പടച്ചവൻ എന്തോ ആനുകൂല്യങ്ങൾ നൽകുന്നു എന്ന് വരുത്തി തീർത്ത് ഇത് പ്രവാചകൻ തൻ്റെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി എഴുതിയുണ്ടാക്കിയതാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി അവർ ശ്രമിക്കാറുള്ളത്. അവർ പരിശുദ്ധ ഖുർആനിലെ മറ്റു വചനങ്ങളൊന്നും കാണാറില്ല. ഞാൻ പറഞ്ഞാൽ എല്ലാ വചനങ്ങളും കാണും, പക്ഷേ മുഹമ്മദ് നബിയുടെ താല്പര്യങ്ങൾ ആ ഖുർആനിൽ മുന്നിൽ നിൽക്കുന്നു എന്ന് മാത്രമല്ല, മുഹമ്മദ് നബിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ മുമ്പിൽ വരുന്ന സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിനനുസരിച്ച് മുഹമ്മദ് നബിക്ക് അപ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള ഖുർആൻ വചനങ്ങൾ മാത്രമാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് സംശയം ഉണ്ടാവും. ഇതൊന്നും പറയാതെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല അബ്സാരിഹിം ഇഷാവ എന്ന് പറഞ്ഞ അവരുടെ കാഴ്ചക്ക് മുന്നിൽ ഒരു മറയുണ്ട്, അവർ കാണേണ്ടത് കാണില്ല എന്ന് പടച്ചവൻ പറഞ്ഞത് ഇവിടെ ഓർമ്മ വരുന്നു എന്ന് പറയാൻ കാരണം യഥാർത്ഥത്തിൽ എന്താ സ്ഥിതി? യഥാർത്ഥത്തിൽ എന്താ സ്ഥിതി വെച്ചാൽ ഖുർആനിൽ ഷഹാദത്ത് കലിമയില്ല, നിസ്കാരമില്ല, നോമ്പുമില്ല, ഹജ്ജുമില്ല, സക്കാത്തുമില്ല, ഒരു കുന്തവുമില്ല. വിശ്വാസിക്ക് വിശ്വസിച്ച് ആരാധിച്ച് മുന്നോട്ട് ജീവിച്ച് പോകാൻ വേണ്ടതൊന്നും അതിനകത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ള ഭരണമാറ്റം, മുഹമ്മദ് നബിയുടെ മരണശേഷം ആരാണ് അനുയായി എന്ന് എല്ലാവരോടും വസിയത്ത് എഴുതി വെക്കണം എന്ന് കൽപ്പിച്ച മുഹമ്മദ് നബിയുടെ വസിയത്തുമില്ല, ഓലയുമില്ല, പടലുമില്ല. ഇനി ആട് തിന്നതിനകത്ത് ഇങ്ങനെ വസിയത്ത് ഉണ്ടായിരുന്നു എന്ന് സംശയം പ്രകടിപ്പിക്കുന്നവരുണ്ട്. മരണക്കിടക്കയിൽ ഉമറിനോട് പേന ചോദിച്ചപ്പം പേന കൊടുക്കാതിരിക്കുന്നതിൽ ഉമറിന് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ പല സംശയങ്ങളും ഈ വിഷയത്തിലുണ്ട്. പക്ഷേ ഗണ്യതമായി മുഹമ്മദിൻ്റെ കാലശേഷം എങ്ങനെയാണ് ഇസ്ലാമിക ഖിലാഫത്തിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ രൂപം ഖുർആനിൽ കൊടുത്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒന്നും അതിലില്ല. ആകെയുള്ളത് എന്താണ്? മുഹമ്മദ് നബിയുടെ ഭാര്യമാർ മുഹമ്മദ് നബിനെ അനുസരിക്കേണ്ടതിനെക്കുറിച്ച്, മുഹമ്മദ് നബിക്ക് എത്ര പെണ്ണ് കെട്ടാം, വിശ്വാസികൾക്കുള്ളതിനേക്കാളും എന്തൊക്കെ പ്രത്യേക ഓഫറുകൾ മുഹമ്മദ് നബിക്കുണ്ട്, അതെന്തിനു വേണ്ടിയിട്ടാണ് എന്നതിനെക്കുറിച്ച്, മുഹമ്മദ് നബിയുടെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വിരുന്നിന് വന്നാൽ പിരിഞ്ഞു പോകാത്ത ആളുകൾ ഓടിച്ചു വിടാനുള്ള ഖുർആൻ വചനം, ഇങ്ങനെ തുടങ്ങി എല്ലാ പ്രശ്നങ്ങളും. ഞാൻ പറഞ്ഞത് മുഹമ്മദിൻ്റെ മരണത്തോടുകൂടി അപ്രസക്തമാകുന്ന എത്രയോ ഹദീസുകൾ, ഡസൻ കണക്കിന് ഖുർആൻ വചനങ്ങൾ ഖുർആനിലുണ്ട്. ഇന്ന് നമുക്ക് എടുക്കാൻ ആവശ്യമില്ലാത്ത, ഒരു തരത്തിലും പ്രയോജനമില്ലാത്ത എത്രയോ ഖുർആൻ വചനങ്ങൾ ഖുർആനിലുണ്ട്. പക്ഷേ വിശ്വാസിക്ക് ആവശ്യമുള്ളതൊന്നും അതിലില്ല. ഇതാണ് ചോദ്യം. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഇത് മുഹമ്മദിന് വേണ്ടി മുഹമ്മദ് തന്നെ പറഞ്ഞുണ്ടാക്കിയതല്ലേ എന്ന് സംശയം തോന്നുന്നത്. അതിനിങ്ങനെ ഹൃദയത്തിൽ മുദ്രയാണ്, കാതിൽ സീലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമ പ്രവാചകനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്തിമ പ്രവാചകൻ എന്നുള്ള നിലക്ക് പരിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ്. അവസാനത്തെ നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള വേദഗ്രന്ഥം. ആ വേദഗ്രന്ഥത്തിലൂടെ പടച്ചവൻ മനുഷ്യരോട് സംസാരിക്കുകയാണ്, അവസാനത്തെ നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരോടും. ആ മനുഷ്യരോട് സംസാരിക്കുന്ന ഖുർആൻ അത് ലോകം കേട്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെയാണ്. മുഹമ്മദ് നബിയുടെ നാവിലൂടെ കേട്ടു എന്നതല്ലാതെ ഇതിന് പിന്നിലുള്ള വേറെ ഏതെങ്കിലും ഒരു ദൈവിക ശക്തിക്ക് ഖുർആൻ കൊണ്ടോ ഖുർആനിലെ ആശയം കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ യാതൊരു തെളിവില്ല. അതിലാണ് നേരത്തെ ചോദ്യകർത്താവ് ഉന്നയിച്ച നമ്മളിപ്പോൾ ആവർത്തിച്ച് പറയുന്നത് പോലെയുള്ള വചനങ്ങൾ കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സംശയം ദൃഢപ്പെടുന്നത്. അത് അങ്ങനെ തന്നെയാണ് വസ്തുതയും. ഇനി നമുക്ക് അക്ബർ സാഹിബിൻ്റെ വിശദീകരണങ്ങളിലേക്കൊന്ന് പോകാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേവലം പരിശുദ്ധ ഖുർആൻ കൊണ്ടുപോയി കൊടുക്കുക എന്ന ദൗത്യത്തിന് വേണ്ടി നിയോഗിച്ചതല്ല, മറിച്ച് അള്ളാഹു അവസാന നാൾ വരെയുള്ള മുഴുവനും മനുഷ്യരെയും കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അവർക്ക് മുഴുവനും മാർഗദർശനമായി പടച്ചവൻ എന്താണ് നൽകുന്നത് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് നബിയെ പറഞ്ഞയച്ചത്. ഇവിടെ മുതൽ അദ്ദേഹം ഉത്തരം പറയുന്നു എന്നാണ് ശ്രമിക്കുന്നത്, അങ്ങനെ വരുത്താനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അത് മനസ്സിലാവാൻ സാധ്യതയില്ല. എങ്കിലും എനിക്ക് മനസ്സിലായതുപോലെ ഞാൻ പറയാൻ ശ്രമിക്കാം. അതായത് ഇസ്ലാമികമായ പല കാര്യങ്ങളും, വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഖുർആനിലില്ല എന്ന വസ്തുതയെ അംഗീകരിക്കുകയും അതില്ലാതിരിക്കുന്നതിൻ്റെ കാരണം ന്യായീകരണം പറയുകയാണ് ചെയ്യുന്നത്. എന്താണ്? മുഹമ്മദ് നബി ഒരു ഖുർആൻ കിതാബും കൊണ്ടുവന്ന് അത് നമ്മളെ ഏൽപ്പിച്ചിട്ട് പോകാൻ വേണ്ടി വന്ന ആളല്ല. മുഹമ്മദ് നബി സ്വജീവിതം കൊണ്ട് ഖുർആനികമായ എല്ലാ ആശയങ്ങളും സമഗ്രമായി നമുക്ക് മുമ്പിൽ മാതൃകയായി ജീവിച്ച് കാണിച്ച് പ്രാക്ടിക്കലായിട്ട് നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കാൻ, വിശദീകരിക്കാൻ വേണ്ടി വന്നയാളാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഖുർആനിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഖുർആനിൽ അതിൻ്റെ സൂചനകൾ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനമുണ്ടാവുകയും ബാക്കി മുഹമ്മദ് വിശദീകരിച്ച് തരികയും ചെയ്യും എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് ഞാൻ പറയാം. പ്രവാചകന്റെ ജീവിതം, പ്രവാചകന്റെ വാക്കുകൾ, ഇതെല്ലാം തന്നെ പടച്ചവന്റെ ബോധനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വർത്തമാനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും പ്രവർത്തനങ്ങളും അനുവാദവും നിഷേധവുമെല്ലാം പടച്ചവന്റെ കൃത്യമായ ബോധനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവ കൂടി മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രമാണമാണ്
എന്താണ് ശരിയെന്നും എന്താണ് തെറ്റിയെന്നും മനസ്സിലാക്കുവാനുള്ള പ്രമാണമാണ്. ഇതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഖുറാനിലില്ലെങ്കിൽ നിങ്ങൾ ബേജാറാവണ്ട, അത് ഹദീസിൽ ഉണ്ടാവും എന്നാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾ ഫിഖ്ഹിൽ സെറ്റാക്കി തരാം എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ട്. അതിൽ ഖുർആനിൽ ചിലതൊന്നും കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ബേജാറാവണ്ട, അത് നമ്മൾ വേറെ സെറ്റാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഹദീസിലുണ്ട് പ്രവാചകൻ്റെ മാതൃക, പിന്നെ ഉത്തരവ്, അദ്ദേഹത്തിൻ്റെ മൗനം, അദ്ദേഹത്തിൻ്റെ എതിർപ്പ് എല്ലാം. എന്ന് മാത്രമല്ല മുഹമ്മദ് നബി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹിൻ്റെ അറിവോടെയും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമേ പറഞ്ഞിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ ഹദീസ് പോലെ തന്നെയാണ് ഖുർആനും. പക്ഷെ അത് മുഹമ്മദ് നബി ഖുർആനാണ് എന്ന് പറഞ്ഞത് ഖുർആനും, മുഹമ്മദ് നബി അതല്ലാതെ ഖുർആനാണ് എന്ന് പറയാതെ സാമാന്യമായിട്ട് ജീവിച്ചു പോയതിനിടയ്ക്ക് പറഞ്ഞതൊക്കെ ഹദീസും, അല്ലെങ്കിൽ അത് സുന്നത്തും. അതും അള്ളാഹിൻ്റെ അടുത്ത് നിന്നുള്ളതാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അള്ളാഹിൻ്റെ അറിവും അള്ളാഹുവിൻ്റെ നിർദ്ദേശവും അല്ലാതെ ഒന്നും നബി സംസാരിച്ചിട്ടില്ല. വഹിയല്ലാത്തതൊന്നും നബിയുടെ വായിൽ നിന്ന് വന്നിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ പിന്നെ ഖുർആൻ ആര് പറഞ്ഞതാ? മുഹമ്മദ് നബി പറഞ്ഞത്. ഇനി ഖുർആൻ ആരാണ്? ഇപ്പോൾ ഇവർ പറയുന്ന ഈ ഖുർആൻ ക്രോഡീകരണത്തിൻ്റെ കഥ പറയുന്നിടത്ത് നമ്മൾ നോക്കിയാൽ ഖുർആൻ ആര് പറയുന്നത് രീതിയിലാണ് വെച്ചിട്ടുള്ളത്? മുഹമ്മദ് നബി പറയുന്ന രീതിയിൽ. എന്നാണ് ഇവർ പറയുന്നത്? കൃത്യമായ കണക്കുണ്ടോയെന്നൊന്നും അറിയില്ല. അതായത് അള്ളാഹു ഒരു വചനം ഇറക്കി കൊടുക്കുന്നു, അപ്പോൾ അതിൽ ഇന്ന സൂറത്തിൽ ഇത്രാമത്തടത്ത് ഇന്നത് എഴുതി വെക്കുക എന്ന് മുഹമ്മദ് നബി പറയുന്നു. മുഹമ്മദ് നബി എഴുതാൻ പറയുന്നു, ആളുകൾ അത് എഴുതി വെക്കുന്നു, അത് വായിച്ച് കേൾപ്പിക്കുന്നു, അത് മുഹമ്മദ് അപ്രൂവ് ചെയ്യുന്നു. ഇങ്ങനെയാണ്. അതിനിടയിൽ ചെറിയ വ്യത്യാസമൊക്കെ വരുത്തി ഓതി കേൾപ്പിച്ചു, എന്നാൽ പിന്നെ അങ്ങനെ ഇരുന്നോട്ടെ എന്ന് മുഹമ്മദ് നബി പറഞ്ഞ സന്ദർഭവും, അതുകൊണ്ട് തന്നെ ഇതിൽ ദൈവികതയൊന്നുമില്ല, ഇത് മുഹമ്മദിൻ്റെ വചനമാണ്, കസർത്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇസ്ലാം വിട്ടുപോയ ചരിത്രവും, ആ സഹാബിനെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലണം എന്ന് ആയത്തിറക്കിയ അള്ളാഹിൻ്റെ നിർദ്ദേശവും, അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിർദ്ദേശമായിട്ട് വന്നിട്ട് നടപ്പിലാക്കാൻ പറ്റാതെ മരണപ്പെട്ടു പോയ മുഹമ്മദും, ഈ ഖുർആൻ കൊല്ലണം എന്ന് പറഞ്ഞ ആൾ പിന്നീട് ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ ഭാഗമായി ഭരണസാരഥ്യത്തിൽ വരെ, അല്ലെങ്കിൽ ഭരണത്തിൻ്റെ ഭാഗമായി ഔദ്യോഗിക പദവി നിർവഹിക്കുകയൊക്കെ ചെയ്ത ചരിത്രം ഖുർആനിന് സ്വന്തമാണ്. ഇതൊക്കെ കൂടെ എല്ലാം കൂടെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മുഹമ്മദിൻ്റെ വികാരവിചാരങ്ങളും മുഹമ്മദിൻ്റെ ആശയാഭിലാഷങ്ങളും മുഹമ്മദിൻ്റെ ഇച്ഛാഭംഗങ്ങളും മുഹമ്മദിൻ്റെ പകയും പ്രതികാരവും ഒക്കെ അദ്ദേഹത്തിൻ്റെ അണികളെ ദൈവികമായ മാർഗം എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് ഒന്നിച്ചു നിർത്താനും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി ഇവരെ ഉപയോഗിക്കാനും വേണ്ടി പറഞ്ഞ കെട്ടുകഥ മാത്രം. അത് വളരെ ലളിതമാണ്. ആ പ്രമാണം അംഗീകരിക്കണമെങ്കിൽ തീർച്ചയായും മുസ്ലിം അടിസ്ഥാനപരമായി അള്ളാഹുവിനെ അനുസരിക്കുന്നത് പോലെ പ്രവാചകനെയും അനുസരിക്കേണ്ടതുണ്ട് എന്നുള്ള ബോധമുണ്ടാകണം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ കൂടെ കൂടെ കാണാൻ കഴിയും അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, പ്രവാചകനെയും അനുസരിക്കണം. പ്രവാചകൻ ആരാധിക്കണമെന്ന് എവിടെയും പറഞ്ഞില്ല, പ്രവാചകൻ അനുസരിക്കണമെന്ന് പറഞ്ഞു. പ്രവാചകൻ അനുസരിക്കാൻ പറയുന്നത് വെറുതെ പ്രവാചകന്റെ അന്നത്തെ ജീവിതത്തെ നോക്കിക്കണ്ട ആളുകൾക്ക് വേണ്ടി മാത്രമല്ല, അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും. അപ്പം മുഹമ്മദ് നബീനെ അനുസരിക്കണമെന്ന് ആര് പറഞ്ഞു? അള്ളാഹ് പറഞ്ഞു. അള്ളാഹുവിനെ മാത്രം അനുസരിക്കണം എന്നല്ല, മുഹമ്മദ് നബീനെ, അള്ളാഹിനെ അനുസരിക്കണം, മുഹമ്മദ് നബീനെ അനുസരിക്കണം. എന്തിനാണ് അപ്പോൾ മുഹമ്മദ് നബീനെ പ്രത്യേകമായിട്ട് അനുസരിക്കുന്നത്? അള്ളാഹുവിനാണ് അനുസരിച്ചാൽ പോരെ? ഇവിടങ്ങളിലൊക്കെ മുഹമ്മദാണ് ഖുർആനിൻ്റെ ഉപജ്ഞാതാവ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഇഷ്ടംപോലെ തെളിവ് ഖുർആനിലുണ്ട്, അതൊക്കെ ആവശ്യം വരുമ്പോൾ നമുക്ക് പറയാം. ഇനി ഇദ്ദേഹം പറയുന്നത് കുറച്ചുകൂടി ഉന്നതമായിട്ടൊരു ഭാഗത്തേക്ക് പോവാണ്. ചോദ്യകർത്താവ് ഇവിടെ സൂചിപ്പിച്ച ഖുർആനിൽ പറയാതെ പോയ കാര്യങ്ങൾ. ഖുർആനിൽ നമസ്കരിക്കാൻ പറഞ്ഞു, പക്ഷേ നമസ്കാരം എങ്ങനെയെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തു. ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മില്ലത്ത് പിന്തുടരണമെന്ന് പറഞ്ഞു. എന്തൊക്കെ മില്ലത്താണ് പിന്തുടരേണ്ടത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചപ്പോൾ അവിടെ ചേലാകർമ്മത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. സക്കാത്ത് എന്തിനൊക്കെ, എപ്പോഴൊക്കെ, എത്രയൊക്കെ കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജീവിതം കൊണ്ട് പഠിപ്പിച്ചു. അതേപോലെ തന്നെ ഹജ്ജും ഉംറയും ചെയ്യണമെന്ന് ഖുർആൻ പറഞ്ഞു. ഹജ്ജും ഉംറയും എങ്ങനെ ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതം കൊണ്ട് പഠിപ്പിച്ചു. കേട്ടല്ലോ, മുഹമ്മദ് നബി ഖുർആൻ വെറുതെ തരാൻ വന്നതല്ല. ഞാൻ ചുരുക്കി പറയാം, മുഹമ്മദ് നബി വെറുതെ ഖുർആൻ കൊണ്ടുതരാൻ വന്നതല്ല. ഇത് മുഹമ്മദ് നബി ജീവിച്ച് കാണിച്ചു തരാൻ വന്നതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ, പ്രവൃത്തിയിലൂടെ നമ്മുടെ മുമ്പിൽ മാതൃകയായിട്ട് കാണിക്കാൻ വേണ്ടി വന്നതാണ്. അത് കേവലമായിട്ട് മുഹമ്മദ് നബി ജീവിച്ച കാലഘട്ടത്തിലുള്ള സഹാബികൾക്ക് വേണ്ടി മാത്രമല്ല, ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും മുഹമ്മദ് നബിയുടെ ചാണിന് മുഴത്തിന് മുഴമായി മുഹമ്മദ് നബിയെ പിൻപറ്റണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എന്നിരിക്കെ ഇദ്ദേഹം ഇപ്പം പറഞ്ഞ വാദങ്ങളിൽ ഒരു ചെറിയ ഒരു കാര്യം, ഒരു കുസൃതി അക്ബർ സാഹിബ് ഒളിപ്പിച്ചു വെച്ചത് കണ്ടുപിടിച്ചവർക്ക് ഒന്ന് കമൻ്റ് ഇടാമോ? ഇദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി കേൾപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേണമെങ്കിൽ പിന്നെയും കേൾപ്പിക്കാം. നിങ്ങൾ ഈ ഭാഗം ഒന്ന് കേട്ടിട്ട് ഇതിന് അദ്ദേഹം ഒരു കുസൃതി ഒളിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കുയുക്തി അല്ല, ഒരു സൂത്രം. അക്ബർ സാഹിബ് ഇനി പറയുന്ന സെൻറ്റൻസിൽ ഒളിപ്പിച്ചിട്ടുള്ള കുസൃതി മനസ്സിലായവർ, കള്ളത്തരം മനസ്സിലായവർ കമൻറ്റ് ചെയ്യുക. ഒന്നുകൂടി കേട്ടോളി. ചോദ്യകർത്താവ് ഇവിടെ സൂചിപ്പിച്ച ഖുർആനിൽ പറയാതെ പോയ കാര്യങ്ങൾ. ഖുർആനിൽ നമസ്കരിക്കാൻ പറഞ്ഞു, പക്ഷേ
നമസ്കാരം എങ്ങനെയെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തു. ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മില്ലത്ത് പിന്തുടരണമെന്ന് പറഞ്ഞു. എന്തൊക്കെ മില്ലത്താണ് പിന്തുടരേണ്ടത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചപ്പോൾ അവിടെ ചേലാകർമ്മത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. സക്കാത്ത് എന്തിനൊക്കെ, എപ്പോഴൊക്കെ, എത്രയൊക്കെ കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജീവിതം കൊണ്ട് പഠിപ്പിച്ചു. അതേപോലെ തന്നെ ഹജ്ജും ഉംറയും ചെയ്യണമെന്ന് ഖുർആൻ പറഞ്ഞു. ഹജ്ജും ഉംറയും എങ്ങനെ ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതം കൊണ്ട് പഠിപ്പിച്ചു. ഇതിൽ നിന്ന് ഇപ്പം ഇദ്ദേഹം കാണിച്ച ഒരു കുസൃതി മനസ്സിലായവരുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് കമൻറ്റ് ചെയ്യും. ഞാൻ പിന്നെ അത് പറയാൻ പോവാണ്. അതായത് മുഹമ്മദ് നബിയാണ് സകല കാര്യത്തിലും മാതൃക. മുഹമ്മദ് നബി കേവലം ഖുർആൻ കാണിച്ചു തരാൻ വന്നതല്ല, പ്രവൃത്തിയിലൂടെ പ്രാക്ടിക്കലായിട്ട് എല്ലാ കാര്യങ്ങളും കാണിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ നിസ്കരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞു, മുഹമ്മദ് നബി നിസ്കാരം എങ്ങനെയാണ് ചെയ്ത് കാണിച്ചു. സക്കാത്തിൻ്റെ കാര്യം പറഞ്ഞു, സക്കാത്ത് കൊടുക്കണം എന്ന് മാത്രം ഖുർആൻ പറഞ്ഞു. എങ്ങനെ കൊടുക്കണം, എത്ര കൊടുക്കണം, ആർക്ക് കൊടുക്കണം, എപ്പോൾ കൊടുക്കണം എന്നതൊക്കെ മുഹമ്മദ് നബി സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു. ഹജ്ജും ഉംറയും എങ്ങനെ വേണം, മുഹമ്മദ് നബി സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു. നോമ്പ് എങ്ങനെ വേണം, മുഹമ്മദ് നബി സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു. പൊന്നാര സുഹൃത്തുക്കളെ, ഇബ്രാഹിം നബിയുടെ മില്ലത്ത് പിൻപറ്റണം എന്ന് മുഹമ്മദ് നബി പറഞ്ഞു. പക്ഷെ അത് മുഹമ്മദ് നബിയുടെ ജീവിതം കൊണ്ട് കാണിച്ചു എന്ന് പറയേണ്ടി വരും എന്ന് മനസ്സിലായ അക്ബർ സാഹിബ് അവിടെ കൃത്യമായിട്ട് അതിനെ വളച്ചൊടിച്ച് മുഹമ്മദ് നബിയെ പഠിപ്പിച്ചപ്പം ചേലാകർമ്മം ചെയ്യണം എന്ന് പറഞ്ഞു. എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? 80ാമത്തെ വയസ്സിൽ മഴുവോ കോടാലിയോ ഒക്കെ എടുത്ത് വന്നിട്ട് ഇബ്രാഹിം നബി കാണിച്ച സുന്നത്ത്, അതിൻ്റെ മില്ലത്ത്, ഏതെങ്കിലും ഒരു ഈന്തപ്പന മുട്ടിയിൽ കയറി ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു കത്തിയോ കൊടുവാളോ വാളോ, ഇഷ്ടംപോലെ വാളുണ്ടായിരുന്നല്ലോ കയ്യിൽ, മാതൃക കാണിക്കാമായിരുന്നു. ഇനി പോട്ടെ, അത് മാതൃക കാണിക്കണ്ട, ഇങ്ങനെ ഒരു മറയുടെ ഉള്ളിലെങ്കിലും അത് ചെയ്യാമായിരുന്നു, ചെയ്ത് കാണിക്കണമായിരുന്നു. സുന്നത്ത് മാത്രം മുഹമ്മദ് നബി ചെയ്ത് കാണിച്ചില്ല, അത് നിങ്ങളോട് ചെയ്തോളാൻ പറഞ്ഞ്. ബാക്കിയൊക്കെ മുഹമ്മദ് നബി ചെയ്ത് കാണിച്ചു. നിങ്ങളൊന്നുകൂടി കേട്ടോളി, അക്ബർ സാഹിബ് ആ കുസൃതി കാണിക്കുന്നത് ഒന്നുകൂടി കേട്ടോളി. എന്താണ് സാഹിബ് ഇതൊക്കെ? ഖുർആനിൽ നമസ്കരിക്കാൻ പറഞ്ഞു, പക്ഷേ നമസ്കാരം എങ്ങനെയെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തു. ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മില്ലത്ത് പിന്തുടരണമെന്ന് പറഞ്ഞു. എന്തൊക്കെ മില്ലത്താണ് പിന്തുടരേണ്ടത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചപ്പോൾ അവിടെ ചേലാകർമ്മത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. സക്കാത്ത് എന്തിനൊക്കെ, എപ്പോഴൊക്കെ, എത്രയൊക്കെ കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജീവിതം കൊണ്ട് പഠിപ്പിച്ചു. അതേപോലെ തന്നെ ഹജ്ജും ഉംറയും ചെയ്യണമെന്ന് ഖുർആൻ പറഞ്ഞു. ഹജ്ജും ഉംറയും എങ്ങനെ ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതം കൊണ്ട് പഠിപ്പിച്ചു. എല്ലാം ജീവിതം കൊണ്ട് പഠിപ്പിച്ചു. പക്ഷെ സുന്നത്തും അവിടെ എത്തിയപ്പം, ചേലാകർമ്മത്തിൻ്റെ അവിടെ എത്തിയപ്പം അത് മില്ലത്ത് എങ്ങനെയെന്ന് പറഞ്ഞു കൊടുത്തു. എത്ര? അപ്പം ഇതാണ് കാര്യം. ഇനി ചില കാര്യങ്ങൾ ചെയ്ത് കാണിക്കാതെ പറഞ്ഞു കൊടുത്തു. ഇനി മുഹമ്മദ് നബി ജീവിതത്തിൽ ചെയ്ത് കാണിച്ച കാര്യങ്ങൾ മുഴുവനും വിശ്വാസികൾക്ക് മാതൃകയാക്കാൻ പറ്റുമോ? മുഹമ്മദ് നബിയെ ചാണായും മുഴത്തിന് മുഴമായും മീറ്ററിന് മീറ്ററായും ഇന്നത്തെ കാലത്ത് നല്ല എന്നത്തെങ്കിലും കാലത്ത് മനുഷ്യർക്ക് പിൻപറ്റാൻ പറ്റുമോ? മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് ഈ മനുഷ്യൻ്റെ ധാർമ്മികത, ഇതാണല്ലോ പ്രധാനപ്പെട്ട സാധനം, ധാർമ്മികത, സദാചാരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ മുഹമ്മദ് നബിയെ മാതൃകയാക്കാൻ അന്നത്തെ കാലത്ത് മുഹമ്മദിൻ്റെ കൂടെയുള്ള മനുഷ്യന്മാർക്ക് അവകാശമുണ്ടായിരുന്നോ? ഇല്ല. അതിന് തെളിവാണ് സൂറത്ത് അഹ്സാബിലെ 33ാമത്തെ അധ്യായത്തിലെ 50ാമത്തെ വചനം. വിശ്വാസികൾക്കുള്ള നിയമം പറഞ്ഞിട്ട് മുഹമ്മദ് നബിക്ക് പ്രത്യേകമായിട്ട് ചില ഇളവുകൾ വെച്ചു കൊടുക്കുകയും ആ ഇളവുകൾ മുഹമ്മദ് നബിക്ക് പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടും ഇക്കാര്യങ്ങളിൽ ഇവ്വിഷയകമായി ഒരു ബുദ്ധിമുട്ട് കണക്കുണ്ടാവരുതേ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് അതിന് മേൻപൊടിയായി ഖുർആൻ പറഞ്ഞു വെക്കുകയും ചെയ്തു. അപ്പോൾ അത്തരം കാര്യങ്ങൾ, ലൈംഗിക ജീവിതം, വൈവാഹിക ജീവിതം, വിവാഹ രീതികൾ, മാർഗങ്ങൾ തുടങ്ങിയുള്ള കാര്യങ്ങൾ മുഹമ്മദിനെ അതുപോലെ അനുകരിക്കാൻ വിശ്വാസികൾക്ക് പറ്റുമോ? പറ്റൂല. ഒരുപാട് കാര്യങ്ങൾ, വലിയില്ലാത്ത വിവാഹം മുഹമ്മദ് നബിക്ക് മാത്രമുള്ളതാണ്. മുഹമ്മദ് നബിയുടെ പ്രത്യേകതകൾ എണ്ണി ഉസ്താദ് പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മല്ലേ? ഏതെങ്കിലും ഭാര്യയും ഭർത്താവും കൂടി മുഹമ്മദ് നബിയുടെ മുന്നിലൂടെ പോയി മുഹമ്മദ് നബി ആ ഭാര്യയെ കണ്ടു എങ്കിൽ ആ ഭാര്യയെ മൊഴി ചൊല്ലൽ ആ ഭാര്യയുടെ കൂടെ അപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഭർത്താവിന് വാജിബാണ് എന്ന് മൂല്യർ പ്രസംഗിച്ചത് നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കേൾപ്പിച്ചത്. അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ മുഹമ്മദ് നബിയെ മാതൃകയാക്കാനേ പറ്റൂല, വിശ്വാസികൾക്ക് പറ്റൂല. ഇന്ന് നമ്മളിത് പറയുന്നത് പോലും പ്രവാചക നിന്നയാണ് എന്ന് ഇവരാരോപിക്കും. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്? ഇതുപോലെ വന്ന് ഉടായ്പ ന്യായീകരണം നടത്തുമ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം ഉണ്ടെങ്കിൽ ഉത്തരം ഉണ്ടെന്ന് പറയുക, ഇല്ല ഇതിലേ ഉള്ളൂ, അത്രേ ഉള്ളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പോരെ. അതിനിങ്ങനെ കിടന്ന് എടുത്തോണ്ട് വരുമ്പോഴല്ലേ നമ്മളിതൊക്കെ എടുത്ത് അലക്കുന്നത്. അപ്പോൾ ഖുർആനിൽ പ്രവാചകൻ അനുസരിക്കണം എന്ന് പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൻ്റെ സ്വാഭാവികമായ ഒരു അനുബന്ധമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ സ്വീകരിക്കണമെന്ന് പറഞ്ഞതാണ്. അതാണ് ഒരു പ്രശ്നം. എൻ്റെ സുഹൃത്ത് പറഞ്ഞ മറ്റൊരു പ്രശ്നം കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു എന്നാണ്. അത് വളരെ ചെറുതാക്കി കാണാറുണ്ട്. അതങ്ങനെ ചെറുതാക്കി കാണരുത്. പ്രത്യേകിച്ച് മുഹമ്മദ് നബിയുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട കാര്യം അറിയുമ്പോൾ നിങ്ങളതിനെ തീരെ ചെറുതാക്കാൻ പാടില്ല. അത് വളരെ വലിയ കാര്യമാണ്. നിങ്ങൾക്കത് ചെറുതായിരിക്കും, പക്ഷെ പടച്ചോനത് വലിയ കാര്യമാണ്. കാരണം മക്കയിൽ നിന്ന് മദീനയിലെത്തുന്നത് വരെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല.
മുഹമ്മദ് നബിൻ്റെ കല്യാണ കാര്യത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ഭാര്യയും മക്കളും തമ്മിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും കാര്യമായതൊന്നും ഖുർആനിലില്ല. ഖദീജയുമായി ബന്ധപ്പെട്ട് ഖദീജയുടെ കൂടെ ജീവിക്കുന്ന കാലത്തെ കുടുംബ പ്രശ്നങ്ങളിൽ കാര്യമായി ഒന്നും ഖുർആന് പറയാനുണ്ടായിരുന്നില്ല എന്നതാണ് മക്കി സൂറത്തുകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ മദീനയിൽ അതുപോലെയല്ല, അത് ചെറിയ കളിയല്ല. മദീനയിൽ ചെന്നപ്പം ഡസൻ കണക്കിന് മീൻസ് ഒരു ഡസനോളം വരുന്ന അംഗസംഖ്യയുള്ള വലിയ ഒരു ഭാര്യ സംഘം, പിന്നെ യുദ്ധത്തിൽ 5-1 പിടിക്കപ്പെടുന്നവർ, അതിൽ തന്നെ മറ്റൊരാളുടെ കൈവശം വന്നാൽ പിന്നെ ഗോത്ര നേതാവിൻ്റെ മകളോ അല്ലെങ്കിൽ ഉന്നത കുലജാതയായിട്ടുള്ള സ്ത്രീകളെയൊക്കെ അടിമയായി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചേർച്ചയൊത്തത് മുഹമ്മദ് മാത്രമേ ഉള്ളൂ ആ കൂട്ടത്തിൽ. അപ്പോൾ പകരം കൊടുത്ത് ആളുകൾ മേടിക്കാം. ഇതിനൊക്കെ പുറമെ സ്വദേഹം ദാനം ചെയ്യാൻ തയ്യാറായി നടക്കുന്ന ആളുകൾ ചുറ്റിലും. അതൊക്കെ കൂടാതെയാണ് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഏതെങ്കിലും രാജാവിന് കത്തെഴുതിയാൽ രാജാവ് ആ കത്തിന് മറുപടിയായിട്ട് കുറച്ച് മിഠായിയും കുറച്ച് ജിലേബിയും ലഡ്ഡും അണ്ടിപ്പരിപ്പും ഒക്കെ കൊടുത്തുവിടും. അതിൻ്റെ കൂടെ 2 അടിമക്കുട്ടികളെയും കൊടുത്തുവിടും, സ്ത്രീകളെ, അടിമ പെൺകുട്ടികളെ സമ്മാനമായിട്ട് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് മുഹമ്മദ് നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കുടുംബക്കാര്യവുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ അള്ളാഹ് ഇടപെട്ടു എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ കാര്യമായിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷെ അത് അള്ളാഹ്ക്ക് അത്ര നിസ്സാര കാര്യമായിരുന്നില്ല എന്നതും അള്ളാഹു ആരാണ് എന്നതിലേക്ക്, ഖുർആൻ ആരുടേതാണ് എന്നതിലേക്ക് വിരൽ ചൂണ്ടും. യഥാർത്ഥത്തിൽ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന് ഖുർആനിലെ 33-ാമത്തെ അധ്യായം സൂറത്ത് അഹ്സാബിലെ 21-ാമത്തെ വചനം പറഞ്ഞതിന് ശേഷമാണ്, അഥവാ ഈ പ്രവാചകനിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് പ്രവാചകന്റെ വൈയക്തികമായ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നത് പരിശുദ്ധ ഖുർആൻ. അത് ശരിയാണ്. മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃക ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഉണ്ടായതും അതുമായി ബന്ധപ്പെട്ട് കുടുംബ പ്രശ്നത്തിൽ, കലഹത്തിൽ, ഭാര്യമാർ തമ്മിലുള്ള പ്രശ്നത്തിൽ, അടിപിടിയിൽ ഒക്കെ കലാശിക്കുന്നത്. അടിമ സ്ത്രീയുടെ അടുത്തേക്ക് പോയി തിരിച്ചു വന്നു, തേൻ കുടിച്ചു, തേൻ എനിക്ക് ഇനി വേണ്ടാന്ന് പറഞ്ഞു. അള്ളാഹ് ഹറാമാക്കിയത് ഇജെന്തിനാണ് അള്ളാഹ് ഹലാലാക്കിയത് ഇജെന്തിനാണ് ഹറാമാക്കുന്നതെന്ന് വെച്ചിട്ട് മുഹമ്മദ് നബിനെ അള്ളാഹ് ശാസിക്കുന്നു. എന്തൊക്കെ കലാപരിപാടികളാണ് പറയണമെന്നുണ്ട്. ഈ വൈയക്തികമായ ജീവിതത്തിൽ എന്തിനു പടച്ചവൻ പറയണം? തീർച്ചയായും അന്തിമ പ്രവാചകൻ അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും മാതൃകയാണ്, അവസാന നാൾ വരെയുള്ള മുഴുവൻ നേതാക്കൾക്കും മാതൃകയാണ്, അവസാന നാൾ വരെയുള്ള മുഴുവൻ അനുയായികൾക്കും പ്രവാചകന്റെ അനുയായികൾ മാതൃകയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന നേതാവിനെ മാതൃകയാക്കി ലോകത്തിന് മുഴുവനും അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് സന്ദേശങ്ങൾ ഈ വചനങ്ങളിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഒരുപാടുണ്ട്. മുഹമ്മദ് നബീനെ എല്ലാ കാര്യത്തിലും ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പ്രത്യേകിച്ച് കുടുംബകാര്യത്തിലും ധാർമ്മികതയിലും ഒക്കെ സദാചാരത്തിലൊക്കെ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ, അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, അതിനെ അനുധാവനം ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങാൻ നേരം ഉണ്ടാവില്ല. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. വെറുതെ എന്തിനാണ് ഇതൊക്കെ വലിച്ചിട്ട് 2 കൊല്ലം മുൻപ് നിങ്ങൾ ഒരബദ്ധത്തിൽ പറഞ്ഞു പോയ വീഡിയോ വീണ്ടും നിങ്ങൾ പുതിയ തംബ്നെയിലൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ നമ്മൾ എടുക്കുന്നത്. നിങ്ങളുടെ പഴയ വീഡിയോസ് എടുത്ത് മറുപടികൾ കൊടുക്കുന്നതൊക്കെ റോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നതാണ്. പക്ഷെ നിങ്ങളായിട്ട് തന്നെ പഴയതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ബെസ്റ്റ് ഓഫ് അക്ബർ സാഹിബ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് പണി എളുപ്പമാണ്. സമയക്കുറവ് കൊണ്ടാണ് നമുക്ക് ഇത് ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരുന്നത്. എന്തായാലും ഇതിൻ്റെ ബാക്കിയായിട്ട് മുഹമ്മദ് നബിയുടെ കുടുംബവും ജീവിതവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് നബിയുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അള്ളാഹു ഇടപെട്ടതിൻ്റെ ഖുർആൻ വചനങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ ന്യായീകരണങ്ങളൊക്കെ ആയിട്ട് അക്ബർ സാഹിബ് അദ്ദേഹത്തിൻ്റെ യാത്ര തുടരും. ഒരുപക്ഷെ അടുത്തൊരു വീഡിയോയിലോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തൊരു വീഡിയോ 2-3 ഭാഗമായിട്ട് നമുക്ക് തീർക്കാം. ഇതിൻ്റെ ബാക്കി, ഇന്ന് പറഞ്ഞതിൻ്റെ ബാക്കി നമ്മൾ നാളെ പറയും. ഇവിടെ ഇദ്ദേഹം പറയുന്ന വൈയക്തികമായ കാര്യങ്ങളിലേക്ക് ദൈവം ഇടപെട്ട് പറഞ്ഞ 2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്താം. ഒന്ന്, ഈ പറയപ്പെടുന്ന വിവാഹം, വിശ്വാസികൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള വൈവാഹിക ബന്ധം എന്ന് പറയാൻ പറ്റില്ല, ബന്ധം, അതിൽ മുഹമ്മദ് നബിക്ക് പ്രത്യേകമായിട്ട് ഇളവ് വരുന്നത്. അതേപോലെ തന്നെ മുഹമ്മദ് നബി ഒരു വിവാഹം കഴിച്ചിട്ട്, ആരെ വിവാഹം കഴിച്ചതെന്ന് ചോദിക്കുക, വളർത്തുമുത്രൻ്റെ മകളെ വിവാഹം കഴിച്ച സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ. ആ വിവാഹം കഴിഞ്ഞ ഉടൻ രാത്രികൾ വിരുന്നിന് വന്നവർ പിരിഞ്ഞു പോകാതായിട്ട് അള്ളാഹ്ക്ക് ദേഷ്യം വന്നതും ആയത്തിറക്കിയതും, നിങ്ങളോടത് പറയാൻ നബിക്ക് ലജ്ജയുണ്ട് പക്ഷേ എനിക്ക് ലജ്ജയില്ല, വിരുന്നിന് വിളിച്ചാൽ നന്നായിട്ട് ഞെണ്ണിയിട്ട് പൊയ്ക്കൊള്ളണം, വെറുതെ ഇങ്ങനെ രാത്രി വർത്തമാനം പറഞ്ഞ് മനുഷ്യന്മാരെ ഇടങ്ങേറാക്കരുത് എന്ന് പറഞ്ഞ് ആയത്തിറക്കിയ അള്ളാഹുവിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്തായാലും അക്ബർ സാഹിബ് തുടർന്ന് അങ്ങോട്ട് മുഹമ്മദ് നബിയുടെ വ്യക്തി ജീവിതത്തിലേക്ക് വേണ്ടി അള്ളാഹു അവതരിപ്പിച്ച ഖുർആൻ വാചനങ്ങളുടെ ഉദാഹരണവും അതിൻ്റെ സാങ്കത്യവും അതിൽ ഈ കാലഘട്ടത്തിലുള്ള മനുഷ്യർക്ക് മാതൃകയാക്കേണ്ട കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുള്ള ഒരു യാത്രയാണ്, ഒരു നീണ്ട യാത്രയാണ് കേട്ടോ. ആ ചെറിയ ചോദ്യം ചോദിച്ചു, അക്ബർ സാഹിബ് ഇവിടെ എത്തി, ഒന്നും ആയിട്ടില്ല. ഇനി ഒരു 20 മിനിറ്റ് 22 മിനിറ്റ് ദൈർഘ്യം അക്ബർ സാഹിബിൻ്റെ വീഡിയോകളിലുണ്ട്. അതൊക്കെ നമ്മളൊന്ന് കേട്ടിട്ട് 1-2 വീഡിയോയിൽ ബാക്കി അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ മുൻനിർത്തി മാത്രമുള്ള മറുപടികൾ, അതിനോട് ചേർത്ത് വെച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മറുപടിക്കുള്ള മറുപടികൾ മാത്രമായിട്ട് നമുക്ക് വീണ്ടും ഈ ചർച്ച തുടരാം. പ്രവാചകൻ നിന്നൊക്കെ പ്രചോദനമായിട്ട് അക്ബർ സാഹിബ് വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നതാണ് നമ്മൾ പറയാൻ ശ്രമിച്ചത്. എന്തായാലും അക്ബർ സാഹിബ് അവസാനം പറഞ്ഞു നിർത്തട്ടെ.
ഇത് പ്രവാചകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്വകാര്യമായ കാര്യങ്ങളാണെങ്കിൽ പോലും അതിലൊരുപാട് പാഠങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ പോലും അള്ളാഹു ഇടപെട്ടിട്ടുണ്ട്. പ്രത്യേകമായ സന്ദർഭങ്ങളിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ഇടപെട്ട സംഗതികൾ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുതായിരിക്കും, പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലുതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്കാണത് ചെറിയ കാര്യം, അള്ളാഹ്ക്ക് അത് വലിയ കാര്യമാണ്. ആർക്കാണത്? ആരാണ് അള്ളാഹ്? ആ രൂപത്തിലുള്ള ഇടപെടലുകൾ പടച്ചവൻ നടത്തിയത് നമുക്ക് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ, ആ ഇടപെടലുകൾ അള്ളാഹു നടത്തിയതിൻ്റെ ചെറിയ ചെറിയ ഉദാഹരണങ്ങളും കഥകളും തെളിവുകളും അതിൻ്റെ ന്യായങ്ങളും ഒക്കെ ആയിട്ട് അക്ബർ സാഹിബ് ഈ ന്യായീകരണം തുടരും. നമ്മൾ അദ്ദേഹത്തിൻ്റെ പുറകെ അടുത്ത വീഡിയോയിലും ഉണ്ടാകും. അതുവരേക്ക് ഇന്ന് ഇത്രയും നേരം ഇത് കണ്ടിരുന്ന എല്ലാവരോടും